താങ്കള് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണ താങ്കളെ ഒരു ഇന്റർനാഷണൽ സ്റ്റേറ്റ്സ്മാൻ UN എല്ലാം ഒരു പോസിറ്റീവ് ഇതിലാണ്, താങ്കൾക്കെതിരെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇത്തവണ താങ്കൾക്കെതിരെ ഭയങ്കരമായിട്ട് ഒരു പേഴ്സണൽ അറ്റാക്ക്, ഒരു വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലേക്കാണ് പ്രത്യേകിച്ച് സുനന്ദ പുഷ്കറുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കൊണ്ടുപോയി എതിരാളികൾ ഒരുപാട് കഥകൾ പ്രചരിച്ചു. താങ്കളുടെ ഒരു ഇതെന്തായിരുന്നു? ആസ് എ അമേരിക്കയിലൊക്കെ പോയി വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 5 വർഷമായിട്ടുള്ളൂ, എങ്ങനെ ഈ ഒരു ഒരു സ്മിയർ ക്യാമ്പയിൻ, ചെളി വാരി എറിയുന്ന ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് താങ്കൾ? ഭയങ്കര വേദന, ഭയങ്കര വിഷമം തോന്നി. ഒന്നാം കാര്യം, പിന്നെ എനിക്കാണ് ദുഃഖം സംഭവിച്ചേക്കുന്നത്, എൻ്റെ ഭാര്യയാണ് നഷ്ടമായത്. അപ്പോൾ എൻ്റെ ദുഃഖം പങ്കെടുക്കാൻ മര്യാദ ഇല്ലാത്തവര് എൻ്റെ ഭാര്യയുടെ മരണത്തിന് എൻ്റെ എതിരുപയോഗിക്കുക പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു രാഷ്ട്രീയമാണ്. ക്രൂരതയാണെന്നാണ് പറയുന്നത്. അശ്വ അത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തത്, ഒരേ സമയത്ത് പിന്നെ സത്യം എന്തായിരുന്നു, ആർക്കും ഒരു സസ്പെഷൻ ഉണ്ടായിരുന്നില്ല, മാധ്യമക്കാർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം. സുനന്ദയുടെ സ്വന്തം കുടുംബത്തിനകത്ത് അച്ഛൻ, സഹോദരന്മാർ, മകൻ, എല്ലാവരും എൻ്റെ ഒപ്പം നിന്നു. അവർ പറഞ്ഞു അവർക്കറിയാം ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും ഞങ്ങളെ ഒരുമിച്ച് കണ്ടവർ, എല്ലാ സുഹൃത്തുക്കളും, എല്ലാവർക്കും സത്യം അറിയാം. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ മാത്രം ചെയ്തൊരു അന്യായമല്ല. എൻ്റെ എതിരെ വല്ല കേസുണ്ടോ, വല്ല ചാർജ് ഷീറ്റ് ഉണ്ടോ, വല്ല പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ഉണ്ടോ, വല്ല FIR ഉണ്ടോ? ഒരു മനുഷ്യൻ, കുടുംബത്തിനകത്തോ അടുത്ത സുഹൃത്തായിട്ടോ ഒരൊറ്റ മനുഷ്യൻ എൻ്റെ എതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്, എന്ത് അവകാശത്തോടാണ് അവർ ജനങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? എങ്ങനെ ഇയാൾക്ക് ഇത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയാൻ? അത് എത്ര മോശമല്ലേ ഇതൊക്കെ. പിന്നെ ഇതെല്ലാം കണ്ടിട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ മഹാമോശം പെരുമാറ്റവും സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഞാൻ വിചാരിച്ചു, ഒന്നുമില്ലെങ്കിൽ ഞാൻ അവരുടെ ലെവലിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇതിനൊക്കെ ഉത്തരം കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിന് മിണ്ടാണ്ട് ഇഗ്നോർ ചെയ്തിട്ട് ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇഗ്നോറാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു ഇത് നടക്കേണ്ടത് തെറ്റാണെന്ന്. എന്നിട്ടും കൂടി ആ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് ഇറക്കിയിട്ടും കൂടി ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ആദ്യത്തെ പോയിന്റ് വിരുദ്ധമായിട്ടും കൂടി അവർ ഇഷ്ടം പോലെ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫ്ലെക്സ് ബോർഡൊക്കെ ഞങ്ങൾ അവസാനത്തെ ദിവസം വരെ പല സ്ഥലത്തും കണ്ടു. ഇതൊരു വല്ലാത്തൊരു സങ്കട കാര്യമാണ്. ഇതേ ഇവർക്ക് പറയാനുള്ളൂ. ഇവർക്ക് വികസന കാര്യങ്ങൾ വേറെ പലതും പറഞ്ഞുകൂടെ അവർക്ക് ജയിക്കാൻ? സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ള ആൾക്കാർ അവർ ചോദിക്കുന്നത് അവർക്ക് വിമർശിക്കാനുള്ള അധികാരമില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താ അധികാരം? എന്താ അവരുടെ അധികാരം? എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമി താങ്കളായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമുണ്ടോ? രാഷ്ട്രീയ പ്രശ്നത്തോട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ താങ്കൾക്കെതിരെ ഇത്രയും വലിയൊരു ജലസിയുടെ ഭാഗമായിട്ടാണോ, വെറും രാഷ്ട്രീയമാണോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ദൈവം എന്നെ ജലസി ജീനില്ലാണ്ട് ജനിപ്പിച്ചു. അപ്പൊ എനിക്ക് വേറെ ആരുടെയും സക്സസ് എനിക്ക് ഒരിക്കലും എനിക്ക് റിസെന്റ്മെന്റ് ഇല്ല. എൻ്റെ വിശ്വാസത്തിൽ ഈ ലോകത്തിൽ എല്ലാവർക്കും സക്സീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ സക്സസ് എൻ്റെ വീഴ്ച ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഭാഗ്യമുള്ള കാര്യം എനിക്ക് ജനങ്ങളിങ്ങനെ കാണാൻ സാധിക്കില്ല. ചിലവർ അൺഫോർച്യുനേറ്റ് അങ്ങനെയല്ല. ഞാൻ അതിശയപ്പെട്ടിട്ടാണ് ചില കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും, എൻ്റെ എതിരെ സംസാരിക്കുന്നതും ചിലവർ എഴുതണതും ഒക്കെ ചെയ്യണത്. എനിക്കൊരു അതിശയം തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ശരി, അത് അവരുടെ മനസ്സ് അങ്ങനെയാണെങ്കിലും ഞാൻ അതിനെപ്പോലെ ആകാൻ ആവശ്യമില്ല. ഞാൻ എല്ലാവരും കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് മാത്രമേ നടക്കുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു എഴുത്തുകാരനായിട്ട് ഞാൻ പുറത്തിയ എത്ര ഇന്ത്യൻ എഴുത്തുകാർ എന്നെക്കാട്ട് സക്സസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി നല്ല റിവ്യൂവും നല്ല പ്രൊമോഷൻ എഴുതിയിട്ടും അവർ പുസ്തകം ലോഞ്ച് ചെയ്തിട്ടും അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടും അതിലെനിക്ക് സന്തോഷമേ തോന്നുന്നുള്ളൂ. ഇന്ത്യൻ എഴുത്തുകാർ ലോകപ്രസിദ്ധമായത് എനിക്കൊരു സന്തോഷമാണ്. ഞാൻ ഒരിക്കലും കാണുന്നില്ല അവർ എന്നെക്കാട്ട് പ്രസിദ്ധമായവർ, അവർ പുസ്തകങ്ങൾ എന്നെക്കാട്ട് വിറ്റു, ഞാൻ അവരെ സഹായിച്ച ശേഷം. അങ്ങനെ ഒരു ആലോചന ഇല്ല എനിക്ക്. ഈ ലോകത്തിൽ എല്ലാവർക്കും സക്സീഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ആ മെന്റാലിറ്റി മാറിക്കഴിഞ്ഞാൽ കേരളം നന്നാവുന്നതാണ് എൻ്റെ അഭിപ്രായം. ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. താങ്കൾ എഴുത്തുകാരനാണ്, മന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്രമന്ത്രിയാണ്, MP ആണ്, രാഷ്ട്രീയത്തിൽ ഒരുപാട് ഓട്ടം കാരണം താങ്കൾക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നില്ല കാര്യമായിട്ട്. കോളംസ് എഴുതുമായിരുന്നു. താങ്കൾ എഴുത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകും? കാരണം MP ഒരുപാട് സമയം കിട്ടും. ഇതാണ് പ്രശ്നം. ഞാൻ 2 തവണ മന്ത്രിയായിരുന്നു. ഇടയിൽ 2 വർഷം കിട്ടിയപ്പോൾ ഒരു പുസ്തകം എഴുതി, പാക്സ് ഇന്ത്യക്ക, നിങ്ങൾക്കറിയുമല്ലോ, ഇന്ത്യയുടെ വിദേശ പോളിസിയെക്കുറിച്ച്. ഈ തവണ ഞാൻ മന്ത്രി ആവില്ല, 5 വർഷം എന്തായാലും. അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി സമയം കിട്ടുന്ന ഒരു ആലോചനയാണ്. പക്ഷെ വേറെ ചിലർ എന്നോട് പറയുന്നു ഡെമോക്രസിയിലെ മാറ്റത്തെ കുറിച്ചുള്ള അല്ല. പക്ഷെ അത് മാത്രമല്ല, ചിലർ പറയുന്നു ഇപ്പോൾ ആക്ച്വലി എനിക്ക് കുറവാണ് സമയം കിട്ടാൻ പോകണം. ബിക്കോസ് പാർലമെന്റിൽ അത്ര ചുരുങ്ങിയ എണ്ണമുള്ള കാരണം പാർലമെന്ററി കമ്മിറ്റീസിൽ പങ്കെടുക്കാനും പാർലമെന്ററി ഡിബേറ്റ്സിൽ പങ്കെടുക്കാനും അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാനും പാർട്ടി സ്പോക്സ്മാനായിട്ട് ചെയ്യാനും ഇതെല്ലാം കൂടുതൽ സമയമാണ് എടുക്കാൻ പോകുന്നത്, കുറഞ്ഞ സമയമല്ല എന്നാണ് ചിലർ പറയുന്നത്. അതിൻ്റെ സത്യം ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ കണ്ടുപിടിക്കുക. എന്തായാലും ഞാൻ എഴുതുന്നത് ഒരു പേഴ്സണൽ ഡിസയർ കൊണ്ടാണ്. നോവൽസും എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷനും എഴുതിയിട്ടുണ്ട്. നോവൽ എഴുതാനായിരുന്നു ഞാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വീണ്ടും മന്ത്രിയാക്കിയ സമയത്ത് നിർത്തി. അപ്പൊ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ കുതികാലുവെട്ടും ചെളിവാരിയെറിയലും പരസ്പരം അടിയും പിടിയും ഇതെല്ലാം കൂടി വെച്ചിട്ടൊരു ഗംഭീരമായ ഒരു ത്രില്ലർ, ഒരു ഹോളിവുഡ് സിനിമയാക്കാൻ പറ്റുന്നൊരു ഇന്ത്യൻ പൊളിറ്റിക്കൽ, അതൊക്കെ രാഷ്ട്രീയ അകത്ത് ഇരുന്നിട്ട് ചെയ്യണത് ശരിയല്ല. ഒരു ദിവസം
വോട്ടേഴ്സ് എന്നെ രാഷ്ട്രീയത്തിനെ വിട്ടിട്ട് സാഹിത്യത്തിന് ലോകത്തേക്ക് തിരിച്ചയച്ചാൽ അപ്പോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിനെ കുറിച്ച് അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ശരിയാവില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയാനെങ്കിൽ ചില വിഷയങ്ങളെക്കുറിച്ച് വിദേശ പോളിസിയെ പറ്റി പറഞ്ഞ പോലെ അങ്ങനെ പല വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് എഴുതാം. പക്ഷേ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് സമയം ശരിയല്ല. ഞാൻ രാഷ്ട്രീയത്തിനകത്ത് പ്രവർത്തിക്കുന്നു, എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നവരെ ഞാൻ അപമാനിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിന് സമയം വരുന്നൊരു പക്ഷേ നോക്കാം. പക്ഷെ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ ജോലി വോട്ടേഴ്സ് നൽകിയ വിശ്വാസം അതിനെ നമ്മൾ പൂർത്തിയാക്കണം. അതാണ് ഇത് 4ാമത്തെ തവണയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു ജെയിംസേ. ഒറ്റ കാര്യമുള്ളൂ. നരേന്ദ്രമോദി 7 വർഷം 100 പേരുടെ കോർ ടീം ഉണ്ടാക്കി ഹൈലി പ്ലാൻ ചെയ്ത് യൂസെഡ് വളരെ ഷാർപ്പാണ് അയാളുടെ പ്രതികരണം പോലും മെറ്റിക്കുലസ്ലി പ്ലാൻ ചെയ്താണ് നാഷണൽ. താങ്കൾ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത് വളരെ ചെറിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. പക്ഷെ താങ്കൾ ഒരു സ്പ്രെഡ് ഔട്ട് ചെയ്ത ഒരു ഇതല്ല ചെയ്തത്. താങ്കൾ പാർട്ടിയുടെ സെൻട്രൽ ഫിഗറിൽ ഇതിലേക്ക് വരികയാണ്. ഈ മോഡിയെ നേരിടണമെങ്കിൽ മോഡിയുടെ അതേ ആയുധങ്ങൾ ഉപയോഗിക്കണം. താങ്കൾ ടെക്നോ സേവിയാണ്, ട്വിറ്റർ ഇതെല്ലാം ഉണ്ട്. താങ്കൾ കുറച്ചും കൂടി വലിയൊരു ക്യാൻവാസിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാണാൻ ശ്രമിക്കുമോ? പാർട്ടി ആവശ്യപ്പെടുന്ന പോലെ എനിക്ക് ചെയ്യേണ്ടി വരും ജെയിംസ്. അഥവാ പാർട്ടി ആവശ്യപ്പെട്ടു ഞാൻ വേറെ സംസ്ഥാനം, ഈ തവണ തന്നെ ഞാൻ ബോംബെയിലും ചെന്നൈയിലും കൽക്കട്ടയിലും പാർട്ടി ആവശ്യപ്പെട്ടാണ് മത്സരിക്കാൻ പോയത്. അത് അവർ വിചാരം ഞാൻ ഈ നഗര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു അപ്പീൽ ഉണ്ടാവുന്നു. ഇതേപോലെ ഇനി വേറെ സ്ഥലത്തും പോകാൻ ആവശ്യപ്പെട്ടാലോ വേറെ റോൾ എടുക്കാനോ പ്രത്യേകിച്ച് നമ്മളുടെ കോളേജ് ക്യാമ്പസ് അതിലൊക്കെ സംസാരിക്കാനോ ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ 5 വർഷം എന്താ വരാൻ പോകുന്നത് നമ്മൾ ആർക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഒരു പുതിയൊരു സിറ്റുവേഷൻ താങ്കൾ എന്നെ കാണുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ വാഗ്ദാനം തരാം, തിരുവനന്തപുരത്തിൻ്റെ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവിടുത്തെ വോട്ടേഴ്സ് എന്നെ എത്ര വിശ്വാസവും സ്നേഹം തന്ന ശേഷം ഞാൻ ഈ അടുത്ത 5 വർഷം ഇവിടെ ചെയ്യാനുള്ളതെല്ലാം ആദ്യത്തെ പ്രയോറിറ്റി കൊടുത്ത ശേഷമാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. തിരുവനന്തപുരം വിട്ടിട്ട് ഡൽഹിയിലും വിദേശത്തേക്ക് ഇനി പോവുള്ളൂ അല്ലേ? തിരുവനന്തപുരമാണ് ഫസ്റ്റ്. അത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ആയിരുന്നു. ഈ 5 വർഷം ഞാൻ കാണിച്ച പോലെ തന്നെ ഈ അടുത്ത 5 വർഷം ഞാൻ കാണിക്കും. ഈ എല്ലാ മാസവും എന്നെ ഇവിടെ കാണുന്നത് മാത്രമല്ല, എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ തരുന്ന ഒരു സംശയവും വേണ്ട, പാർട്ടി തരും. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒരു വിദേശത്ത് പോയാലോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തിൽ ചെയ്യണതോ അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാ സമയത്തും നമ്പർ 1 പ്രയോറിറ്റി എന്താണ്? തിരുവനന്തപുരം എടുത്ത ആവശ്യങ്ങൾ. അതാണ് ഒരു MP-യുടെ കടമ, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. ശശി തരൂർ ഹൃദയം തുറന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച്, കേരളത്തിൽ UDF വിജയിച്ചതിനെക്കുറിച്ച്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡിയുടെ ഉദയത്തെക്കുറിച്ച്, കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ടായതിനെക്കുറിച്ച്, ഭാവിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, തൻ്റെ എഴുത്തിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ തുറന്ന് സംസാരിച്ചു. ശ്രീ ഡോക്ടർ ശശി തരൂരിന് കൗമുദി TV യുടെ പേരിൽ, സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. നന്ദി ജെയിംസ്.